ഇനി ഏതാനും സമയത്തെ ചില നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് കാണാം ആ ടെക് ബോട്ട് ഡ്രഡ്ജർ ഗോവയിൽ നിന്നും എത്തിച്ച ആ ടെക് ബോട്ടിലാണ് ഇപ്പോൾ കാർവാർ MLA അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയുള്ളത്. അവർ ഇപ്പോൾ ആ വാഹന ഭാഗത്തോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക് അവർക്ക് കൂടി കൃത്യമായൊരു ദൃശ്യം അല്ലെങ്കിൽ ആ ഒരു വാഹന ഭാഗത്തിൽ അവർക്ക് കൂടി ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. SDRFും NDRFും അടക്കമുള്ള സേനാംഗങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡ്രഡ്ജിംഗ് കമ്പനിക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി തിരച്ചിൽ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട മാർക്ക് ചെയ്ത പോയിന്റുകളിലെല്ലാം തന്നെ കൃത്യമായ തിരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CP2-ൽ നിന്നും നമുക്ക് വാഹനഭാഗം കണ്ടെത്താനായത്. ഇനി അത്തരത്തിൽ ഇവിടെ ഏകോപന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ചേർന്നുകൊണ്ട് മറ്റുള്ള നടപടികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടക്കും എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മഹേന്ദ്ര ദോങ്റെ അദ്ദേഹമായിരുന്നു ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായി ഇവിടെ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ തന്നെ അല്പം മുൻപ് നമ്മൾ ഇവരുടെ ഒരു മിഷൻ സക്സസ് ആയി എന്ന് അദ്ദേഹം എല്ലാവരോടും ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടിരുന്നു.